ആശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു എന്നറിയോ വിവേകേട്ടൻ? നീ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആളെ കൂട്ടി എന്നെ അത്രത്തോളം മാറ്റിച്ചാൽ. അതൊക്കെ അത്ര തന്നെയുള്ളൂ. അതും അതിൻ്റെ അപ്പുറം ചെയ്തന്നെ. പക്ഷെ അതൊന്നും ഒരിക്കലും വിവേകേട്ടനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല എന്ന് മാത്രം. എന്നുവെച്ചാ മറ്റൊരു പെണ്ണിന് മനസ്സും ശരീരവും ഒക്കെ കൊടുത്തിട്ട് വന്ന ഒരിക്കലും അതിൻ്റെ അർത്ഥം അബദ്ധം പറ്റി നല്ല വിവേകേട്ട. എന്നെ മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞെന്ന് തന്നെയാണ്. എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു പെണ്ണിനെ തേടി പോയ ആളെ പിന്നെ എനിക്കെന്തിനാ വിവേകേട്ട? എന്നാ പിന്നെ നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ അവിഹിതം പോക്കുമ്പോൾ ഇത്രയും പൂവിലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭർത്താവിനെ തിരിച്ചു വേണമെന്ന് എന്തിനാ പറയുന്നത്? എല്ലാവരും ഒരുപോലെയല്ല. പക്ഷെ അവർക്കൊന്നും അയാളെ ഒഴിവാക്കിയിട്ട് പിന്നെ ജീവിക്കാൻ വേറെ ഗതി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊരു തരത്തിലുള്ളൊരു മുതലെടുപ്പല്ലേ? അതെ, മുതലെടുപ്പാണ്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പിന്നെ അവരെ നോക്കുന്നതിനുള്ള കൂലിയാണ് അത് കൂട്ടിയാൽ മതി. ഹലോ, എന്താണ് അങ്ങനെ എണ്ണ തേച്ചിട്ട് വേറെ വല്ല പെണ്ണുങ്ങളുടെ പുറകെ പോലെ വല്ല പ്ലാനുണ്ടോ? എനിക്കൊരു പ്ലാനും ഇല്ല. ഇവിടെ ഒരു കല്യാണം കഴിച്ചാൽ തന്നെ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടണം. അപ്പോഴാണ് ഇനി പരസ്ത്രീ ബന്ധം. പിന്നെന്തിനാ വിവേകേട്ടൻ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവോയ്ഡ് ചെയ്യുന്നത്? അത് താൻ എന്നെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയില്ല.